രാവിലെ ഒരു 5 മിനിറ്റിൽ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പുമാവിൻ്റെ അതേ രുചിയാണ്. നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പാത്രം കാലിയാക്കുന്ന അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. വെട്ടി തിളപ്പിച്ചിട്ട് ആ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 1.25 ഗ്ലാസോളം അരിപ്പൊടി കൊണ്ട് ഇട്ടേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കിള്ളിയിട്ട് കൊടുക്കാം. ചൂടാക്കി കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് ഉടത്തിയിട്ടിട്ട് നമുക്ക് പുട്ട് ആവിയേറ്റി എടുക്കത്തില്ല, അതുപോലെ നല്ല വാട്ടി ചുട്ടി ഇതുപോലെ പുട്ടെല്ലാം ഇങ്ങോട്ട് ആവിയേറ്റി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടത്തി ഇതുപോലെ ഒന്ന് വിടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഒരു കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും പിന്നെ അതിന് കൊടുത്തില്ല ഒരു അര സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഒരു നല്ല പഴുത്ത തക്കാളിയുടെ മുറി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ, മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മുട്ട അതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ഉടത്തിയ പുട്ട് ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഇളക്കി എടുത്ത് നോക്കി.